വന്നിരിക്കുന്നത് എൻ്റെ ആർട്ടിൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാനാണ്. ഫസ്റ്റ് എൻ്റെ ജേർണൽ ഞാൻ കാണിച്ചു തരാം. ജേർണൽ ഞാൻ ഇപ്പം ചെയ്തിട്ടേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ച് അലങ്കോലാണ്. എല്ലാം ഇനി ഒതുക്കി പെരുക്കി വെക്കണം. അപ്പോൾ ഞാൻ എല്ലാ സാധനവും ജേർണലിലുള്ള എല്ലാ സാധനവും കാണിച്ചു തരാം. ഇത് ആർട്ട് സാധനം കാണിക്കുന്നത് പാർട്ട് 1 ആണ്. ചിലപ്പോൾ ഇതിൽ ഒന്നിൽ കൊള്ളുന്നില്ല. അപ്പം പാർട്ട് 2 പാർട്ട് 3 ഒക്കെ പാർട്ട് 2 വരെ ഉണ്ടാവുള്ളൂ. കുറച്ച് കാര്യങ്ങളെ എത്തുള്ളൂ. ഫസ്റ്റ് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ട് ജേർണലിൽ. ഇത് ഞാൻ ഇത്രയും യൂസ് ചെയ്ത് പിന്നെ കൊറിയയിൽ എഴുതിയിട്ടുള്ള കുറച്ച് എന്തൊക്കെയോ ഇതൊരു വട്ടത്തിലുള്ള കുറേയൊക്കെ യൂസ് ചെയ്യും. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ്. തിരിച്ച് നല്ല ഇഷ്ടമായി. അധികം യൂസ് ചെയ്യാറില്ല ഞാൻ തീരുന്ന വെച്ചിട്ടില്ല. ഇപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇംഗ്ലീഷിൽ കൊറിയയിലെ പോലെ തന്നെ ഇംഗ്ലീഷിലുണ്ട്. പിന്നെ അതാ ഇങ്ങനത്തെ സാധനം വട്ടത്തിൻ്റെ വേറെ സാധനം. പിന്നെ ഉള്ളത് ഇങ്ങനത്തെ കാർഡ്സാണ്. ലവ് ദ സ്റ്റാർ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടാണ്. തിരുമ്പേ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ചോദിക്കേണ്ടത് ഫുൾ ഞാൻ കീറി എടുത്തതാണ്. കുറച്ചുകൂടെ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കീറി എടുത്തതാണ് എനിക്ക് ആവശ്യത്തിന്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി എവിടെയെങ്കിലും ഉണ്ടാവുന്നില്ല, ഇതാണെന്നുള്ളത് ഇങ്ങനത്തെ കാർഡാണ്. ഇതിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ ഇടാറുണ്ട്. ഞാൻ കട്ട് ചെയ്ത് ബാക്കി വരുമ്പോൾ എനിക്ക് വേറെ ഇതിന് ആവശ്യം വരും. അതിൽ മറ്റേ മെമ്മോൻ്റെ സാധനം ഭാഗം മാത്രം കട്ട് ചെയ്ത് ഇതിൽ വേറൊന്നും അങ്ങനെയില്ല. അതിൻ്റെ ഒന്നും കൂടെ ഉണ്ടല്ലോ, വീലാണുള്ളത്. ഞാനത് കാണിച്ചു തരുന്നത്. പിന്നെ കുറേ ഇതാണ് ആദ്യം. പിന്നെ ഇങ്ങനത്തെ ഉണ്ട്, ഇങ്ങനത്തെ ഉണ്ട്. പിന്നെ ഒരു സാധനം മൈ ഫേവറേറ്റ്, അത് ഇത് ഞാനിപ്പോൾ കാണിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. നല്ല സീ ഇത് പിന്നെ ബ്ലാങ്ക് ആയിട്ടുള്ളതാണ്, കളേഴ്സ് മാത്രമാണ്. അതിൽ നമുക്ക് എന്തെങ്കിലും എഴുതാണ്. ഇതും ബ്ലാങ്ക് എഴുതാൻ ഞാൻ ഒരെണ്ണം എടുത്തതാണ്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച സാധനം മര മുറിക്കുന്നതിൻ്റെ ചെറിയൊരു സൗണ്ട് ഉണ്ടാവും. അതാരും മിക്സിയാക്കണ്ട കേട്ടോ. ഇതൊന്നും എനിക്ക് ആവശ്യമില്ല. ഞാൻ നേരത്തെ കാണിച്ചതാണ്, ഇപ്പം കാണിച്ചതാണ്. നെക്സ്റ്റ് ഇങ്ങനെയുള്ള സാധനമാണ്. എൻ്റെ പരിവം before sunrise. Pink malande, blueberry nights. Pinnallathu
എനിക്ക് നോക്ക്, ഇതാദ്യം ഇതേപോലെ തന്നെ ആയിരുന്നു, ഞാൻ മുറിച്ചെടുത്തതാണ്. ഇതും അതേപോലെ തന്നെ മുറിച്ചെടുത്തതാണ്. പിന്നാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഏകദേശം ഇതേപോലെ ഒട്ടിക്കുന്ന സാധനം ഉണ്ടാവില്ലേ, അതാണ്. ഓർമ്മ ഇതാണ്. ഇപ്പൊ കാണിക്കുന്നതാണ്. ഇതെന്റെ ഫേവറേറ്റ് വണ്ണാണ്. പിന്നെ ഉള്ളത് രണ്ടും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഇത് പേപ്പറല്ല കേട്ടോ, ഇത് കാർഡ്ബോർഡ് സൈസ് പേപ്പറാണ്. നല്ല രസമുള്ള സാധനങ്ങളാണ്. പിന്നെ ഞാൻ എൻ്റെ ഡയറി കാണിച്ചു തരാം. ദ മിൽക്കി വേ ലൈക്ക് ഫസ്റ്റ് വൺ കാണിച്ചു. ഹാവ് എ ഗുഡ് ഡേയ്സ്. ഇത് ഞാൻ ഇപ്പം ചെയ്തതാണ് കേട്ടോ. കുറേ എഴുത്തുണ്ട് ഇതിലാണ് കേട്ടോ. ഞാൻ കൂടുതൽ എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് മെമ്മോ എഴുതിയിട്ടുണ്ട്. July 13th was my favorite and most special day. That was my birthday. I wish I could help my parents. പിന്നെ always choose adventure. പിന്നെ റിയാസ് സെലക്ഷൻ കുറേ എഴുതിയിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ ജേണൽ കാണിച്ചു തന്നപ്പോൾ തന്നെ കുറേ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു സ്കെച്ചിൻ്റെ ഒരു സെറ്റും കൂടെ കാണിച്ചു തന്നിട്ട് ഈ ഒരു പാർട്ട് 1 നമ്മൾ നോക്കാം. കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ ഉണ്ടാക്കി ഒട്ടിച്ചിട്ടുണ്ട്. ഒരു ലീഫിൻ്റെ സ്റ്റിക്കറും ഇതെൻ്റെ കസിൻ ഉണ്ടാക്കി തന്നെയാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഒരു ബ്രേസ്ലെറ്റ്. പിന്നെ ഇതിൻ്റെ പകുതി ഉടുപ്പ് കാണാൻ പാടില്ല, എവിടെ പോയുണ്ട് കാണുന്നില്ല കേട്ടോ. ഞാൻ തന്നെ വരച്ച് ഞാൻ തന്നെ നോക്കുകയാണ്. ഇത് നമ്മുടെ ഷാർപ്പ് ചെയ്തിട്ടുണ്ടാകുന്നൊരു വേസ്റ്റ് ഉണ്ടാവും, അതുകൊണ്ട് ആക്കിയിട്ട് കളർ വെച്ചാണ്. ഇതിൽ 24 കളേഴ്സ് ഉണ്ട് കേട്ടോ. ഓപ്പൺ ഇതിൽ നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാകും. കാരണം ഞാൻ അന്ന് കയ്യിൽ പേര് മൈലാഞ്ചി കൊണ്ട് എഴുതുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഇത് വെച്ചിരുന്നു. അത് ഞാൻ ടൈപ്പോയതാണ്, ഞാൻ അറിഞ്ഞുകൊണ്ട് വെച്ചതല്ല. ഞാൻ കണ്ടില്ല, അത് അങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യും. ഞാൻ എപ്പോഴും പിന്നെ അങ്ങനെ ആയിരുന്നു ഇടല്. ഓക്കെ, ഇത്രയും 24 കളേഴ്സ് ഉണ്ട്. ബട്ട് ബ്ലാക്കിൽ വർക്കാവില്ല. എല്ലാ കളേഴ്സും മൈ ഫേവറേറ്റ് ആണ്. ബട്ട് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് വൈറ്റ് ആണ്. ബട്ട് ഈ ഒരു കളേഴ്സിൽ എൻ്റെ ഫേവറേറ്റ് ഈ ഒരു നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ കറക്റ്റ് ഒരു പിങ്ക് ഷെയ്ഡ്, ബട്ട് അടിക്കുമ്പോൾ കാണുന്നുണ്ടോന്ന് അറിയില്ല, അങ്ങനെ ഷെയ്ഡാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം അടുത്ത പാർട്ട് 2 വേണ്ടി കമൻറ്റ് ചെയ്യണം. അപ്പം അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ.